ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കാനഡയിൽ വന്നിട്ട് ഒരു 6 മന്ത്സ് ആയപ്പം ഞാൻ വന്നത് ഒണ്ടാരിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഒണ്ടാരിയിൽ നിന്നൊരു 6 മന്ത്സിനുള്ളിൽ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് മൂവ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തിനായിരുന്നു ഞാൻ ആ മൂവ് ചെയ്തതെന്നും എന്തൊക്കെയാണ് എന്നെ മൂവ് ചെയ്യാനുണ്ടാക്കിയ സാഹചര്യങ്ങളെന്നും അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. Let's go. I wake up to എൻ്റെ ഒരു കാനഡയിൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഓരോ വീഡിയോയിലും ഇങ്ങനെ പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇതൊരു ഫീഡായിട്ട് ഇവിടെ കിടക്കുമല്ലോ. ഞാൻ കാനഡയിലേക്ക് ഒരു 1 ഇയർ കോഴ്സ് എടുത്തായിരുന്നു വന്നത്. ഞാൻ വന്ന സ്ഥലത്തല്ലായിരുന്നു എൻ്റെ കോളേജ് കുറച്ച് ദൂരെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സ്ഥലത്തു നിന്ന് ഒരു 3 hours എന്തോ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. 2 or 3 അങ്ങനെ എന്തോ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. നോർത്ത് ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കോളേജ്. ഞാൻ എൻ്റെ കോളേജ് കണ്ടിട്ടില്ല, പോയിട്ടില്ല, എങ്ങനെയാണ് എൻ്റെ കോളേജ് ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പഠിച്ചത് ഫുള്ളി ഓൺലൈനായിരുന്നു. ആ ടൈമിൽ കോവിഡും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ പഠിച്ചത് PG ഡിപ്ലോമ ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് എന്തുവാന്ന് പോലും അറിയില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കോഴ്സ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു $17,000 മുടക്കി ഒരു കോഴ്സ് പഠിച്ചെങ്കിലും സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. എനിക്കുള്ള എൻ്റെ ബുദ്ധിയും കൂടെ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. കോളേജിൽ പോയി പഠിക്കുന്നതും ഓൺലൈനായിട്ട് പഠിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ എനിക്ക് മനസ്സിലായത്, നമ്മളൊരു ക്ലാസ്സിൽ പോയി പഠിക്കുന്നതും നമ്മളൊരു ഫോണിൽ സൂമിൽ കയറിയിരുന്ന് പഠിക്കുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നു, രാവിലെ ഉറങ്ങാൻ കിടക്കുന്നു, ക്ലാസ് ഓണാക്കി വെക്കുന്നു. ചില പ്രൊഫസേഴ്സ് മാത്രമാണ് വീഡിയോ ഓണാക്കാൻ പറയുന്നത്. എനിക്ക് തന്നെ ഒരു ആത്മാർത്ഥത ഇല്ലാത്തൊരു പഠിത്തമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ലെസ് ആയിട്ടാണ് തോന്നി ആ ഒരു പഠിത്തം. ശരിക്കും ഇവിടെ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ചാൽ നല്ല അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാനഡയിലെ റൂൾ വെച്ചിട്ട് 1 ഇയർ കോഴ്സ് എടുക്കുന്നെങ്കിൽ നമ്മൾ ആ 1 ഇയർ കോഴ്സ് കഴിഞ്ഞ് 1 ഇയർ നമുക്കിവിടെ സ്റ്റേ ബാക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം. അതിന് പകരം 2 ഇയർ കോഴ്സ് എടുക്കുന്നെങ്കിൽ നമുക്ക് 3 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്? 2 ഇയർ കോഴ്സ് എടുത്തിട്ട് നാട്ടിൽ നിന്ന് വരും. കാരണം 3 വർഷം എക്സ്ട്രാ കിട്ടും. അപ്പോൾ ടോട്ടൽ 5 ഇയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു സേഫ് സോണാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റിൽ തന്നെ പറയാം, എനിക്ക് നാട്ടിൽ നിന്ന് 2 ഇയർ കോഴ്സ് കിട്ടാഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ 1 ഇയർ കോഴ്സ് എടുത്ത് കാനഡയിലോട്ട് വന്നത്. അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സ് തീരാറാകുമ്പം അടുത്ത ഒരു 1 ഇയർ കോഴ്സ് കൂടെ എടുക്കാം. അപ്പം 1+1 2 കോഴ്സ് ആയല്ലോ. അപ്പം ഇങ്ങനെ എടുക്കുന്നതിന് പറയുന്നത് 1+1 കോഴ്സ് എന്നാണ്. അപ്പം ഈ 1+1 എടുത്താലും 2 ഇയർ ഡയറക്റ്റ് എടുത്താലും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 3 ഇയർ സ്റ്റേ ബാക്ക്. അപ്പം നമ്മളൊരു സേഫ് സോണിലാണല്ലോ. അപ്പോൾ അതായിരുന്നു വന്നപ്പോൾ ഉള്ള എൻ്റെ പ്ലാൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷനും ഇവിടുത്തെ ഒരു രീതികളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിനിയും പഠിക്കണ്ട. ഞാനെടുത്ത കോഴ്സ് ഭയങ്കര സിമ്പിളായിട്ടൊരു കോഴ്സായിരുന്നു. തിയറി പേപ്പറായിരുന്നു. വലിയ ലാബും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഈ ഒരു കോഴ്സിൽ ചേർന്നിട്ട് ഒരു പേജ് പോലും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്പോൾ എങ്ങനെ പാസ്സായെന്ന്. അപ്പോൾ പാസ്സായെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ബുജ്ജികളായിരുന്നു. എന്നുവെച്ചാൽ മലയാളീസ് തന്നെ. അവർക്ക് നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ കോഴ്സ് അത്ര വലിയൊരു ആനക്കാര്യമായിട്ട് തോന്നിയില്ല അവർക്ക്. അപ്പോൾ അവരായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പാസ്സാകാൻ വേണ്ടി. ശരിക്കും അവരത് പഠിച്ച് പാസ്സായതുപോലാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പം അതങ്ങനെയല്ല കേട്ടോ. ഇപ്പം ക്ലാസ്സിൽ പോയി എക്സാമൊക്കെ കറക്റ്റ് ഫുൾ മോണിറ്റർ ചെയ്തിട്ടാണ് എക്സാം എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ വന്ന എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വന്നപ്പോൾ എനിക്ക് അത് അധികം ബുദ്ധിമുട്ട് വന്നില്ല. പഠിക്കാനായിട്ട് എനിക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ചിലപ്പം അസൈൻമെൻറ്റ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പം കുറച്ച് ടൈം എടുത്ത് കാണും. അല്ലാതെ ഞാൻ പഠിക്കാനായിട്ട് ഇതുവരെ എൻ്റെ ഒരു മെറ്റീരിയൽ ഇല്ല, ഒന്നുമില്ല. ക്ലാസ് വരുന്നു, ക്ലാസ്സിൽ കയറുന്നു അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഫോണിൽ വേഗം വിളിക്കും. സാറ് അറ്റൻഡൻസ് വിളിക്കുന്നു, എൻ്റെ പേര് വിളിക്കുന്നു, വേഗം എണീക്കെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ. ഇവിടെ എന്താ പഠിപ്പിക്കുന്നതെന്നോ എന്തുവാണെന്നോ ഒന്നും അറിയത്തില്ല. ചിലപ്പോൾ മേ ബി രാത്രി നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന് രാവിലെ ഈ ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്കൊരു മന്ദതയായിരിക്കും. അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. പിന്നെ വീക്ക്ലി 3 or 4 days ഒന്നും ക്ലാസ് ഉള്ളൂ. ക്ലാസ് ആണെങ്കിലും ഒരു 2 hours or 3 hours അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ക്ലാസ് ഉള്ളത് ശരിക്കും ജോലി ചെയ്യാൻ വന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ഓൾറെഡി 1 ഇയർ ട്യൂഷൻ ഫീസ് അടച്ചിട്ടാണല്ലോ കാനഡയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫീസ് നമ്മൾ ഇവിടെ വന്ന് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നാട്ടിൽ നിന്ന് അടച്ചുകൊണ്ട് വന്ന് ചിലർ തന്നെ അടച്ചിട്ട് വരുന്നവരുണ്ട്, ചിലർ ലോൺ എടുത്തിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയായാലും അടച്ചിട്ട് വന്നുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, അടുത്ത വർഷത്തെ കോഴ്സിനുള്ള പൈസ എല്ലാവരും ഉണ്ടാക്കുന്നു.
അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു $10,000 നമ്മുടെ കാനഡയിൽ അക്കൗണ്ടിൽ നമ്മൾ ഇട്ടിരിക്കണം. കാരണം ഇവിടുത്തെ ചിലവിന് നമുക്ക് അഥവാ ജോലി കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ എക്സ്പെൻസിന് നമ്മൾ ആ ഒരു എമൗണ്ട് ഓഫ് മണി നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ ഇട്ടിട്ട് വേണമായിരുന്നു വരാൻ. എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ $10,000 ചിലവാക്കാതെ വെക്കും. കാരണം ഇവിടെ വന്ന് പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ടായാലും സർവൈവ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് എല്ലാവരും സേവ് ചെയ്ത് വെക്കും. കാരണം 10,000 ഉണ്ടല്ലോ, ബാക്കി 7,000 8,000 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കോഴ്സ് എടുക്കാം. അത് അങ്ങനെയാണ് ഞാൻ കണ്ട മിക്ക സ്റ്റുഡൻസും ചെയ്തു വരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കാണെങ്കിലും വന്നൊരു ഒരു മാസത്തിനുള്ളിൽ ജോബ് കിട്ടി. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഒറ്റയടിക്ക് 10,000 കിട്ടുമല്ല, 2,000 1,000 അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു വർഷത്തെ ആ കോഴ്സിനുള്ളിലാണ് നമുക്ക് ആ പൈസ കിട്ടിത്തീരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഈ 2,000 കിട്ടി തുടങ്ങുമ്പോഴും ഞാൻ ഈ 2,000 മാറ്റി വെക്കുന്നു. അടുത്ത മാസം 1,000 കിട്ടുമ്പോൾ 1,000 മാറ്റി വെക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് അടുത്ത കോഴ്സ് എടുക്കണം. അപ്പോൾ ഈ 10,000 ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൈസ എങ്ങനെയും പണി ചെയ്തുണ്ടാക്കാം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. ആ ടൈമിൽ പക്ഷെ നമ്മൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ വർക്ക് ചെയ്യാനും പറ്റത്തില്ല. 20 hours വർക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 20 hours വർക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം ഫീസിനുള്ളത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ പക്ഷേ നാട്ടിൽ നിന്നും ആ പൈസ വരുത്തി പഠിച്ചവരെ എനിക്കറിയാം, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ശരി, അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വരുത്താൻ ഇനി ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ $10,000 സൂക്ഷിച്ച് വെച്ചേക്കും എൻ്റെ കയ്യിൽ. അടുത്ത കോഴ്സ് എടുക്കണമെങ്കിൽ എൻ്റെ ഈ 10,000 ഉണ്ട്, ബാക്കി ഒരു 8,000 9,000 എന്തായാലും വേണമല്ലോ. 19,000 18,000 ആയിരിക്കും കോഴ്സിന്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ ഉണ്ടാക്കണം, ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പരിചയക്കാർ ആ സമയം കൊണ്ടാവുമല്ലോ. ജോലി ചെയ്യാൻ പോകുന്നിടത്തും അവിടെ ഇവിടെയൊക്കെ പരിചയക്കാരും മലയാളീസൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഈ കാണുന്നവരോടെല്ലാവരോടും എനിക്ക് ഒരേ ചോദ്യമുള്ളൂ, അടുത്ത കോഴ്സ് എടുത്തില്ലേ പ്രശ്നമുണ്ടോ? അപ്പോൾ എല്ലാവരും പറയുന്നത് അയ്യോ അടുത്ത കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ സീനല്ലേ. കാരണം 1 year പഠിച്ചാൽ നിങ്ങൾക്ക് 1 year മാത്രമേ സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. ആ 1 year കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും മസ്റ്റായിട്ടും 2 year കോഴ്സ് എടുക്കുക, ഒരു വർഷം കൂടെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 3 year വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ ഓടിക്കൊണ്ടിരുന്നത് ഞാൻ ഓൾറെഡി ഒരു 17,000 18,000 വേസ്റ്റ് ആക്കി ഒരു കോഴ്സ് പഠിച്ച്, ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു കോഴ്സ് ഞാൻ പഠിച്ചു. ഒരു പ്രയോജനം ഇല്ലെന്നല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഭയങ്കര സംഭവമായിട്ട് തോന്നില്ല. നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ട് വന്നുകൊണ്ട് ഇവിടെ പഠിച്ചപ്പോൾ എനിക്കത് എന്തോ ഒരു ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ രീതിയായിരിക്കും എനിക്ക് എന്തോ അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ ആ കോളേജിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ആ കോഴ്സിൻ്റെ ആയിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷേ അപ്പം ഞാൻ ഇനി ഒരു കോഴ്സ് എടുത്താൽ അതെന്തായാലും ഓൺലൈൻ ആയിരിക്കത്തില്ല, ഒരു ഹാഫ് ഓൺലൈൻ, ബാക്കി കോളേജിൽ പോയി പഠിക്കേണ്ട സെറ്റപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലോടൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ആലോചിക്കുമ്പോൾ. കാരണം പഠിക്കണമല്ലോ, മെനക്കെട്ടിരുന്ന് പഠിക്കണമെങ്കിൽ ടൈം വേണം, ജോലിക്ക് പോകണം. ഞാനപ്പോൾ നൈറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിരുന്ന് പഠിക്കുന്നതും കോളേജിൽ പോകുന്നതൊന്നും എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ആ സമയത്ത് ഹസ്ബൻഡും കുട്ടിയൊക്കെ നാട്ടിലാണെങ്കിലും നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എങ്കിൽ പോലും എനിക്ക് ടൈം ഇല്ലായിരുന്നു. ഞാൻ കാണുന്നവരോടെല്ലാം ചോദിക്കാൻ തുടങ്ങി, അടുത്ത കോഴ്സ് എടുക്കണോ, എന്തൊക്കെയാ, എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം, എടുക്കാത്ത ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ, എടുക്കാതെ ഡയറക്റ്റ് 1 year കഴിഞ്ഞ് വർക്ക് പെർമിറ്റിലോട്ട് കയറി ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മൾ നാട്ടിൽ നിന്ന് കാനഡയിലോട്ട് പോയപ്പം നമ്മൾക്ക് എങ്ങനെയും അങ്ങോട്ട് എത്തിയാൽ മതി, അല്ലാതെ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളോ ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒട്ടും ബോധേഡല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്, നമ്മൾ ഓൾറെഡി വന്നല്ലോ, ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ടല്ലോ, ഇനി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നിൽക്കണമെങ്കിൽ PR വേണം. നമ്മളെല്ലാവരും ഇവിടെ വരുന്നത് PR വേണ്ടിയിട്ടാണെങ്കിലും എന്താണ് PR എന്നോ എങ്ങനെയാണത് കിട്ടുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി പഠിക്കണോ, പഠിച്ചാൽ PR കിട്ടുമോ, പഠിച്ചില്ലെങ്കിൽ PR കിട്ടുമോ, ഇങ്ങനെ 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ തലയിൽ ആ സമയത്ത്. എനിക്കാണെങ്കിൽ ഇനി ഒരു 1 year കോഴ്സും കൂടെ എടുത്ത് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ടൈം ആൻഡ് മണി. കാരണം ഇത്രയും പൈസ എൻ്റെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. ഇത്രയും മണി ഇൻവെസ്റ്റ് ചെയ്താലും അതെനിക്ക് യൂസ്ഫുൾ ആകുമോ, ഞാൻ ആ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും യൂസ് കിട്ടുമോ? അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് ഞാനിങ്ങനെ കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ കാനഡയിൽ വന്നവരെയൊക്കെ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ട് അവരോടൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് PR കിട്ടിയത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ആ ടൈമിൽ കിട്ടിയതെന്ന് വെച്ചാൽ കോവിഡ് ആയതുകൊണ്ട് TR to PR എന്ന് പറഞ്ഞൊരു പാത്വേ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയവരാണ് ഞാൻ പരിചയപ്പെട്ട മോസ്റ്റ്ലി എല്ലാവരും. അപ്പോൾ അത് കിട്ടാൻ വലിയ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വന്ന സമയത്ത് ആ ഒരു സാധനം ഇല്ല. അപ്പം നമുക്കല്ലാതെ ഇതിൻ്റെ ഒരു ഒറിജിനൽ പാത്തിൽ കൂടെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ PR എങ്ങനെ കിട്ടും? അപ്പോൾ ഈ 1 year കോഴ്സ് എടുത്ത് എനിക്ക് എങ്ങനെ PR കിട്ടുമെന്ന് ഞാനിങ്ങനെ തിരക്കി നടന്നപ്പോൾ അറിഞ്ഞതാണ്, PR കിട്ടണമെങ്കിൽ ഒരു B-level ജോബ് വേണം. ഞാൻ ശരിക്കും അവിടെ ചെയ്യാത്ത ജോലികളില്ല. കാരണം ഞാൻ ഇത്രയും പഠിച്ചതാ, ഇന്ന ജോലി ചെയ്യത്തില്ല, ഇന്ന ജോലി ചെയ്യൂ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ ടൈമിൽ എല്ലാവർക്കും അങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാം എന്നൊരു മൈൻഡാണ് നമുക്ക് ആ ടൈമിൽ.
പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ കണ്ണി കണ്ട എല്ലാ ഷോപ്പിലും കയറിയിട്ട് ഞാനിതുപോലെ 1 ഇയർ കോഴ്സ് പഠിച്ചിട്ടുള്ളൂ, അപ്പം ഡയറക്റ്റ് വർക്ക് പെർമിറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുക, എനിക്കൊരു ബി ലെവൽ ജോബ് തരുമോ? അപ്പോൾ അവർ മുഖത്ത് നോക്കി പറയും തരത്തില്ല, കാരണം നിങ്ങളിവിടെ വർക്ക് ചെയ്ത് ഒരു 1 അല്ലെങ്കിൽ 2 ഇയർ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളൊരു അങ്ങനെ ഒരു പൊസിഷൻ തരത്തുള്ളൂ, അല്ല ഡയറക്റ്റ് നിങ്ങളെ ഹയർ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്കൊരു, ഇപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഇവിടെ കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ അങ്ങോട്ട് ചാടി കയറി എനിക്ക് ബി ലെവൽ ജോബ് തരുമോ എന്ന് ചോദിച്ചാൽ അവർ തരത്തില്ലെന്ന് അപ്പോൾ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. അതിൽ അതിശയോക്തിയൊന്നും ഇല്ല, തരത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ കിട്ടാൻ വഴിയില്ല. അങ്ങനെ ഞാൻ തിരക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ജോലി തരുന്ന കുറേ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇവരെല്ലാവരും ശരിക്കും ഇമിഗ്രേഷൻ ലോയർ എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ നമ്മുടെ ഇമിഗ്രേഷൻ പേർപ്പസ് എല്ലാം നോക്കുന്ന അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ എനിക്കിങ്ങനെ കിട്ടാൻ നോക്കിയിരിക്കും, ഞാൻ അപ്പം വിളിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൻ്റെ കുറച്ച് നമ്പർ കിട്ടി. അപ്പോൾ അതെല്ലാം മലയാളീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരെയൊക്കെ വിളിക്കുന്നു, പല പല പ്രൊവിൻസിലുള്ള ആൾക്കാരായിരുന്നു. പലരെയും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഞാൻ 1 ഇയർ കോഴ്സ് എടുത്ത് എനിക്ക് ഇനി അടുത്ത കോഴ്സ് എടുക്കാൻ താല്പര്യമില്ല, അപ്പം എനിക്ക് ഈ 1 ഇയർ കോഴ്സ് എടുത്താൽ എനിക്ക് PR കിട്ടുമോ, ഞാൻ എന്താ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെ പോകുന്നവരും ഉണ്ട്, കുറച്ച് റിസ്ക്കാണ്, പക്ഷേ ട്രൈ ചെയ്ത് നോക്കിക്കോളാനുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിലും മലയാളീസിൻ്റെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എൻ്റെ ഫീസ് $8,000 ആണെന്ന് പറഞ്ഞു. പഠിക്കാൻ $18,000 ആണെങ്കിൽ ഈ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് നമുക്കൊരു ജോബ് അങ്ങനെ മേടിച്ച് തരാൻ, ഒരു ബി ലെവൽ ജോബ് മേടിച്ച് നമ്മളെ വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതിന് $8,000 ആണ് ചോദിച്ചത്. അപ്പം എനിക്കത് കൊടുക്കാൻ ഒട്ടും, കാരണം പഠിക്കാൻ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പഠിച്ചിട്ടാണ് അത്രയും പൈസ പോയെന്ന് പറയാമല്ലോ. ഇത് വെറുതെ ഒരാൾക്ക് ഇങ്ങനെ ഒരു പൈസ കൊടുക്കാൻ എങ്ങനെയാണെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്ത് ചെയ്യും, കാരണം അത് കൊടുക്കുന്നത് വർത്താണോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ വന്നു. അപ്പോൾ കുറേ ലോയേഴ്സിനെ വിളിച്ചപ്പോൾ ഈ എമൗണ്ട് ഇങ്ങനെ അങ്ങോട്ട് 8,000 പറഞ്ഞു, ചിലർ 9 പറഞ്ഞു, ചിലർ 10,000 വരെ പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ 10,000 എന്നൊക്കെ അവർ പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് അടയ്ക്കണ്ട, നിങ്ങൾ ഘട്ടങ്ങളായിട്ട് അടച്ച് തീർത്താൽ മതിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ ഇത് വർക്കാവുന്നതെന്ന് വെച്ചാൽ ഈ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിന് കുറച്ച് എംപ്ലോയീസുമായിട്ട് ഒരു കണക്ഷൻ കാണും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബ്രിട്ടീഷ് കൊളംബിയയിലുള്ളൊരു കൺസൾട്ടൻറ്റ്, പുള്ളിക്ക് ഈ പ്രൊവിൻസിലുള്ള കുറച്ച് എംപ്ലോയീസുമായിട്ട് കണക്ഷൻ കാണും. അതായത് ഉള്ളൊരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ജോലിക്ക് കയറാം. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ ബാക്കി PR പേപ്പറും എല്ലാം മാനേജ് ചെയ്തോളും. എന്നുവെച്ചാൽ PR കിട്ടുമെന്ന് ഉറപ്പല്ല, പക്ഷേ നമുക്കൊരു ഹെൽപ്പും നമ്മളെ ഗൈഡ് ചെയ്യാനും എല്ലാം പുള്ളിക്കാരൻ കാണും. അപ്പോൾ ഈ 8,000 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഫീസാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു PR അപ്ലൈ ചെയ്യുന്നു, എല്ലാത്തിനും പൈസ കൊടുക്കണം. എന്ത് ആപ്ലിക്കേഷൻ വെച്ചാലും ഇയാൾ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതായിരുന്നു ഇവരുടെ ഒരു ഡീല്. ഞാനൊരു 5 ലോയേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലുള്ളവരായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഓക്കെ BCയിലോട്ട് മൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇങ്ങനെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, അവരൊക്കെ നിങ്ങൾക്ക് പേപ്പർ തരും, ഈ B ലെവൽ പൊസിഷൻ തരും. അപ്പോൾ ഇവർ തമ്മിലൊരു ഡീലായതുകൊണ്ട് ചിലപ്പം നമ്മൾ ഈ കൊടുക്കുന്ന 8,000 ഹാഫ് ഒരു 4 എംപ്ലോയറിന് കിട്ടുമായിരിക്കും, 4 ഇയാൾക്ക് കിട്ടുമായിരിക്കും, അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പം എനിക്കത് അത്ര പൈസ സ്പെൻഡ് ചെയ്താലും നമുക്ക് PR കിട്ടുമെന്ന് ഷുവർ ഇല്ലല്ലോ. കാരണം പൈസ സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കാനും പറ്റിയില്ല, പൈസ വെറുതെ പോയ പോലെ ആകരുതല്ലോ. അങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ഒണ്ടാരിയോയിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നെക്കാളും 1 ഇയർ മുന്നേ വന്നവരുണ്ട്, 2 ഇയർ മുന്നേ വന്നവരുണ്ട്, എൻ്റെ സെയിം ഇയർ വന്നവരുണ്ട്, ഞാൻ വന്നു കഴിഞ്ഞ് വന്നവരുണ്ട്. അപ്പോൾ ഇതിലാർക്കും അറിയില്ല ഇങ്ങനെ ഒരു കാര്യം. അതായത് എല്ലാവരും 2 ഇയർ കോഴ്സ് എടുത്തിട്ട് നാട്ടിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് 1+1, അതായത് ഒരു കോഴ്സ് എടുത്തിട്ട് അടുത്ത കോഴ്സ് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊന്നും ഇത് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും താല്പര്യമില്ല. ഞങ്ങൾ അടുത്ത കോഴ്സ് എടുക്കുക, നീ എന്ത് വിവരക്കേടായി പറയുന്നത്, ഇതൊന്നും പോസിബിൾ അല്ല, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട, അടുത്ത കോഴ്സിനുള്ള പൈസ GIC നിൻ്റെ ഉണ്ടല്ലോ, അപ്പം നീ എന്തായാലും അടുത്ത കോഴ്സ് എടുത്തോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. ബേസിക്കലി ഞാനൊരു പിശുക്കിയാണ്. അപ്പം ഈ ഒരു പിശുക്കിയായി എനിക്ക് ഇത്ര പൈസ ഇനി ഒരു കോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വഴിയാണ് നമ്മൾ ഈ ലോയറെ ഹെൽപ്പ് ചെയ്യുന്നുള്ളാമോ. ഇപ്പോൾ ലോയറിന് കൊടുക്കാനും പറ്റത്തില്ല, കോഴ്സ് എടുക്കാനും പറ്റത്തില്ല, അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ നിന്നത്. ശരിക്കും ഇതിനു വേണ്ടി ഞാൻ നല്ലപോലെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ളവരെ വരെ ഞാൻ കോണ്ടാക്ട് ചെയ്യുക, ഇങ്ങനെ പോയവരുണ്ടോ, അങ്ങനെ. ഇപ്പം എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടി കേട്ടോ. അങ്ങനെ ശരിക്കും ഈ നമ്പർ തന്ന ആൾക്ക് പോലും ആ പുള്ളിക്കാരനെ ഡയറക്റ്റ് അറിയത്തില്ല. അപ്പം ഞാൻ എന്നിട്ടും എനിക്കല്ലേ ആവശ്യം, ഞാൻ വിളിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഇതുപോലെ
1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് പോയതാ. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ലോയർ വഴിയാണ് പുള്ളിക്കാരൻ പോയത്. അപ്പോൾ ഇതുപോലെ 8,000 കൊടുത്തിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ബാക്കി പിന്നെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു കുറച്ച് റിസ്ക്കാണ്, കിട്ടുമോയെന്നറിയില്ല, ട്രൈ ചെയ്യാം. ബി സിയിലോട്ടാണ് മൂവ് ചെയ്തത്. അപ്പം ബി സിയിൽ PNB അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരനാണേലും എന്നോട് പറഞ്ഞത് ഇത് ഭയങ്കര റിസ്ക്കാണ്, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാനേ പുള്ളി സജസ്റ്റ് ചെയ്യത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ എടുക്കും. ഇവിടെ കുറേ പേര് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞത് നമ്മൾ ഈ ലോയേഴ്സ് ത്രൂ വന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഫുള്ള് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഈ 8,000 എന്ന് ആദ്യം പറഞ്ഞാലും പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടി അപ്പോൾ അതെല്ലാം നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ PR കിട്ടുമോയെന്ന് ഉറപ്പില്ല. ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കാനഡയിൽ ആ ടൈമിൽ വ്ളോഗൊക്കെ ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ PR-നെ കുറിച്ചും ഇവിടുത്തെ ഓരോ ജേർണിയെക്കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ചേട്ടാ ചേച്ചി ഇതുപോലെ 1 ഇയർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ PR കിട്ടുമോ, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ലോയേഴ്സ് പറയുന്നു 8,000 കൊടുത്താൽ തപ്പിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ജോബ്, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ അവിടെ കൊണ്ട് കൊടുക്കുന്നതെന്നാണ് പുള്ളിക്കാരി ചോദിച്ചത്. അപ്പം പുള്ളിക്കാരി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്കൊന്നുകൂടെ ഇതായി, ഓക്കെ ഞാൻ എന്തായാലും $8,000 ഈ ലോയേഴ്സിന് കൊടുക്കുന്നില്ല, അത് ഞാൻ എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല. നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത കോഴ്സ് എടുക്കാനാണ് അവർ പറയുന്നത്. ഒരിക്കലും ഈ ലോയറിന് ഇങ്ങനെ പൈസ കൊടുത്ത് പോകണ്ട, പറ്റുമെങ്കിൽ അടുത്ത കോഴ്സ് എടുക്കുക, എന്തെങ്കിലും കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ അടുത്ത കോഴ്സ് എടുക്കാനാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ എന്തൊരു കാനഡ റിലേറ്റഡ് ഗ്രൂപ്പ് കണ്ടാലും അതിൽ കയറി ജോയിൻ ചെയ്യും. അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് കാണുന്നത്. ഒരു എംപ്ലോയർ ഇട്ട മെസ്സേജ് ആയിരുന്നു. അവർക്ക് അത്യാവശ്യമായിട്ട് ആളെ വേണം, അവർ PR-ന് സപ്പോർട്ട് ചെയ്യും, PNBക്ക് സപ്പോർട്ട് ചെയ്യും, PR റിലേറ്റഡ് എന്ത് കാര്യത്തിനും സപ്പോർട്ടേ ചെയ്യും, പക്ഷെ അവർക്ക് ആളെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ B-ലെവൽ പൊസിഷൻ ആയിരുന്നു അവരത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ B-ലെവൽ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അതിൽ ചാടി കയറി വീണു. കാരണം ഞാൻ ഇത്രയും നാൾ ഈ ടൊറൻറ്റോയിൽ അന്വേഷിച്ച് നടന്നത് എനിക്കൊരു B-ലെവൽ ജോബ് കിട്ടുമെന്നായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ B-ലെവൽ ജോബ് ഇങ്ങനെ തരുമോ? കാരണം ഈ B-ലെവൽ ജോബിനാണ് അവർ $8,000 ചോദിച്ചത് ആ ലോയേഴ്സൊക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കുറേ ഫേക്കും വരാറുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം അവർ പറയുന്നു B-ലെവൽ പൊസിഷൻ തരുമെന്ന് പറയുന്നു. അങ്ങനെ ആരെങ്കിലും ഡയറക്റ്റ് B-ലെവലിലോട്ട് ഹയർ ചെയ്യുമെന്നൊന്നും എനിക്ക് ആ ടൈമിൽ അറിഞ്ഞുകൂടാ. അപ്പം ഞാനതിൽ കാണുമ്പം ഞാൻ പിന്നെ ആലോചിക്കാനൊന്നുമില്ല, അവരുടെ കോൺടാക്റ്റ് എടുത്ത് അപ്പം തന്നെ മെസ്സേജ് അയക്കുക. ഞാൻ ഈ മെസ്സേജ് കാണുന്ന രാത്രിയാണ്, പാതിരാത്രി. അപ്പം ഞാൻ എന്തെടുത്ത് പാതിരാത്രിയാണെന്ന് പോലും നോക്കാതെ അപ്പം തന്നെ ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് ആ എംപ്ലോയറിന് ഒരു മെസ്സേജ് അയക്കുന്നു, ഇതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം പക്ഷേ രാത്രി ആയതുകൊണ്ട് പുള്ളിക്കാരൻ അത് കാണുന്നില്ല. പുള്ളിക്കാരൻ അത് രാവിലെയാണ് കണ്ടിട്ട് എനിക്ക് റിപ്ലൈ അയക്കുന്നത്. എന്നോട് പറഞ്ഞു ഓക്കെ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കുമെന്ന് പറയുന്നു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാൻ പോലും നിന്നില്ല. രാവിലെ ആ പുള്ളിക്കാരൻ്റെ റിപ്ലൈ കിട്ടിയപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വാട്സപ്പിൽ കോൾ ചെയ്യുകയാണ്. അപ്പോൾ കോൾ ചെയ്തപ്പോൾ അതൊരു മലയാളി. അപ്പം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പം ആൾ പറഞ്ഞു അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആളെ വേണം. അപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ബ്രിട്ടീഷ് കൊളംബിയയിലാണ് സ്ഥലം. ഓക്കെ, ബ്രിട്ടീഷ് കൊളംബിയയിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പേ ചെയ്യണോ, എത്ര രൂപയായി പൊസിഷൻ ഇങ്ങനെ കിട്ടുന്നതിന് എത്ര രൂപയാണ്, കാരണം ഇവിടെ എല്ലാം ഒരു കച്ചവടം പോലെ ആണല്ലോ. പുള്ളി എന്നോട് ചോദിച്ചു പൈസയൊന്നും വേണ്ട, എനിക്ക് ആളെയാണ് വേണ്ടത്, ജോയിൻ ചെയ്യണം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാനൊന്ന് ആലോചിച്ചിട്ട് വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയുന്നത് സത്യം. കാരണം എനിക്ക് പിന്നെ എങ്ങനെയും ഈ ജോലിക്ക് പോകണം, എനിക്ക് കോഴ്സൊക്കെ എടുക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഈ കോള് കട്ടായപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തുടങ്ങി. അതായത് എനിക്ക് എങ്ങനെയും പോകണം, പക്ഷെ എനിക്ക് പോകാൻ പേടി. കാരണം ഇത് എങ്ങോട്ടാണ്, എവിടാ? ബ്രിട്ടീഷ് കൊളംബിയ എന്നറിയാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻസ് ബ്രിട്ടീഷ് കൊളംബിയയിലുണ്ട്. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന എൻ്റെ ബന്ധുക്കൾ അവരാണ് BCയിലുള്ളത്. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ അവരെ വിളിച്ച് പറയുന്നു ഇതുപോലെ എനിക്കൊരു ജോബ് വന്നിട്ടുണ്ട്, ഇന്ന സ്ഥലമാണ്, നിങ്ങളൊന്ന് തിരക്കിയിട്ട് പറയുമെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ BCയിലാണെങ്കിലും ഇങ്ങനൊരു സ്ഥലം അവർ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ എനിക്ക് പിന്നെയും കൺഫ്യൂഷനായി. കാരണം ഇവരൊന്നും കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനൊരു സ്ഥലം കാണുമോ, ഉണ്ടോ? അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നു, ഇങ്ങനൊരു ബിസിനസ് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കാണുന്നുമുണ്ട്, പക്ഷേ അത് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുമോ? കാരണം ഇവിടെ ഉള്ള ജോലിയും എല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പം നിങ്ങൾ ഓർക്കണം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് 5 മാസം എന്തോ ആയിട്ടേ ഉള്ളൂ. എൻ്റെ കോഴ്സ് എനിക്കൊന്ന് 8-9 മാസം എന്തോ കോഴ്സുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതൊന്ന് പാസ്സായി ഗ്രാജുവേറ്റ് ആകണം, എന്നാലേ എനിക്ക് വർക്ക് പെർമിറ്റ് പോലും കിട്ടത്തുള്ളൂ. ആ ടൈമിൽ പാസ്സാവുന്നൊരു വിശ്വാസമുണ്ട്. എന്നാലും അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഓൺലൈൻ ക്ലാസ് അവർ ഓഫ്ലൈനായിട്ട് കോളേജിൽ ചെല്ലാൻ പറയുമോ, കാരണം ഞാൻ ഈ മൂവ് ചെയ്താൽ എനിക്കത് ഓക്കെ ആവുമോ, ഇതെല്ലാം എനിക്ക് ചിന്തിക്കണമല്ലോ.
അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഭ്രാന്ത് പിടിച്ചിങ്ങനെ നടക്കുക. എനിക്കറിയത്തില്ല, എനിക്ക് പക്ഷേ ഈ ജോലിക്ക് പോകണം, പക്ഷെ എനിക്ക് പേടി, എനിക്ക് റിസ്ക് എടുക്കാനൊരു മടി. കാരണം അങ്ങനെ 2 ദിവസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയുന്നുണ്ട്, എന്തിനാ നിനക്ക് റിസ്ക് എടുത്ത് അങ്ങനെ പോകണ്ട, നീ എങ്ങനെയും അടുത്ത കോഴ്സ് എടുക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറയുന്നുണ്ട്, പുള്ളിക്കാരനും പറയുന്നുണ്ട്, ഇത്ര ദൂരെ നിനക്ക് അറിയുന്ന ആരും അവിടെ ഇല്ലല്ലോ, എന്തൊരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും, അപ്പം നീ കോഴ്സ് എടുക്ക്, അതായിരിക്കും നല്ലത്, നമുക്ക് പൈസയൊക്കെ എങ്ങനെയും സെറ്റാക്കാം, നീ കോഴ്സ് എടുത്തോളാം. ഇങ്ങനെ ഹസ്ബൻഡും പറയുന്നുണ്ട്, വീട്ടിൽ നിന്നും പറയുന്നുണ്ട് കോഴ്സ് എടുക്ക്. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നു, എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നത്, നീ എന്തായാലും പഠിക്ക്, ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, പഠിക്കെന്ന് പറയുന്നു. ശരിക്കും അതൊരു റെസ്റ്റോറൻറ്റ് ജോബിലൊരു സൂപ്പർവൈസർ പൊസിഷനാണ്. അപ്പോൾ എനിക്കത് എന്നെ ഒട്ടും ബോധർ ചെയ്യുന്നില്ല. കാരണം ഒരു റെസ്റ്റോറൻറ്റ് ജോബാണോ അല്ലെങ്കിൽ ഇന്ന ജോബാണോ, അത് ഓക്കെ ആണോ, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു പറയുകയാണെങ്കിൽ. കാരണം ഞാൻ ഓൺലൈനിൽ ഇനി ചെയ്യാൻ ജോലിയൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഇനി ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ PR കിട്ടണം, എനിക്ക് എൻ്റെ അടുത്ത കോഴ്സ് എടുക്കാൻ പൈസ മുടക്കാൻ വയ്യ. അപ്പം അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോബ് ചെയ്യാൻ ഞാൻ 100% ഓക്കെ ആയിരുന്നു. അപ്പം ആരും ഒരു സപ്പോർട്ട്, ഒരു വാക്കെങ്കിലും ഒരാൾ പറയാം, ഓക്കെ നീ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ റിസ്ക് എടുത്താലേ നീ ഓക്കെ ആവും, ചിലപ്പോൾ റിസ്ക് എടുത്താൽ ചിലപ്പോൾ നിനക്ക് ഒരു സക്സസ് ഉണ്ടായാലോ എന്നൊരു പറയാനൊരാളില്ല എനിക്ക്. അപ്പോൾ എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും എന്നോട് നെഗറ്റീവ് എന്നല്ല, അവരുടെ ഒരു കൺസേൺ അവർ പറയുന്നത്, എന്തിനാ അങ്ങനെ പോകുന്നത്, കാരണം ഈ നിൻ്റെ ചുറ്റും നിൽക്കുന്ന ഇത്രയും 100ഓളം പിള്ളേർ കോഴ്സ് എടുക്കുവാണല്ലോ, അപ്പം നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ആ ടൈമിലായാലും ഞാൻ എല്ലാവരോടും കുറച്ച് അടുത്ത് തുടങ്ങിയ സമയം, എൻ്റെ പാസ്പോർട്ടൊക്കെ കിട്ടിയല്ലോ, അപ്പം ഞാനും കുറച്ച് ഓക്കെ ആയി, കാനഡ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയെന്ന ഒരു ഫേസിലാണ് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിലോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ BCയിലുള്ള എൻ്റെ കസിൻ ചേട്ടൻ ഈ എംപ്ലോയറിൻ്റെ നമ്പർ കൊടുക്കുന്നു. അങ്ങനെ ചേട്ടൻ എംപ്ലോയറിനെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞു, ജെനുവിനാണെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, പിന്നെ എന്തായാലും പോയി നോക്ക്, അഥവാ എന്തെങ്കിലും ഇതാണെങ്കിലും തിരിച്ച് നിനക്ക് അങ്ങോട്ട് തന്നെ പോകാമല്ലോ, അപ്പം സീനില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്ന ചേട്ടനും ഇങ്ങനെ പറയും. പക്ഷെ എല്ലാവർക്കും ഇതൊരു റിസ്ക് എലമെൻ്റ് ആണല്ലോ എന്നുള്ള ഒരു കൺസേണും ഉണ്ട്. കാരണം അത് നമ്മളെപ്പോഴും ബോദർ ചെയ്യണമല്ലോ, നമ്മളൊരു റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ എന്താണ് വരാൻ പോകുന്നതെന്നും അത് നമ്മൾ ഫേസ് ചെയ്യാൻ ഓക്കെ ആണോ എന്നും എല്ലാം നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ മൈൻഡ് ഇവിടെ സ്റ്റിൽ എനിക്ക് പോകണമെന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് പോകണമെന്ന് തന്നെ ആണെങ്കിലും ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എവിടുന്നെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നു, ഓക്കെ ഞാൻ പോകാൻ റെഡിയാണ്, ഇനിയും വരുന്ന എന്ത് കാര്യവും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എന്തായാലും ഞാൻ പോയി നോക്കാം. അപ്പം ഞാൻ ഈ എംപ്ലോയറിനെ വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്നത്തേക്കാണ് ആളെ വേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞ് 2 വേക്കൻസി ഉണ്ട്, പക്ഷെ അത് രണ്ടും 2 സ്ഥലത്താണ്. അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഒന്ന് പറയാമോ, ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. കാരണം ഒരു വേക്കൻസിയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടെങ്കിലും കിട്ടുമല്ലോ, 2 സ്ഥലത്താണെങ്കിലും ഒന്നുമില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കാണാമല്ലോ, അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. ഞാൻ എന്നിട്ട് എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി, വരാൻ താല്പര്യമുണ്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരു ഓഫർ മുന്നിൽ വെച്ചിട്ടും ആരും അത് സ്വീകരിച്ചില്ല, എല്ലാവരും റിജക്റ്റ് ചെയ്യുക ചെയ്ത്, ആർക്കും വേണ്ട. കാരണം അവർക്കാർക്കും റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അതായത് 1 ഇയർ കോഴ്സ് എടുത്തിട്ട് ഇനി അടുത്തത് പഠിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്നു, എടാ നീ കോഴ്സ് എടുക്കുന്നില്ലെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഓ ഞാനില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലായിടത്തുനിന്നും ഒരു നോ കിട്ടിയപ്പം ഓക്കെ എനിക്കിനി ആരുടെ എസ് വേണ്ട, ഞാൻ എന്തായാലും തീരുമാനിച്ചു. കാരണം എനിക്ക് അറിയത്തില്ല, എനിക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ അത് പെട്ടെന്ന് എനിക്കിങ്ങനെ കുറേ നാൾ ആലോചിച്ചിരുന്ന് ചിന്തിച്ചെടുക്കുന്നില്ല, എനിക്ക് പെട്ടെന്നൊരു സമയത്ത് തോന്നും ഓക്കെ അത് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്കിനി ആരൊക്കെ നോ പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. കാരണം എനിക്കെൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അത് എനിക്ക് ചെയ്താലും എനിക്കത് ഒരു രീതിയിൽ നെഗറ്റീവ് ആകത്തില്ല എന്ന് എനിക്കൊരു ഉറപ്പ് നമുക്ക് തന്നെ കിട്ടുമല്ലോ. എനിക്ക് എന്നോടുള്ളൊരു വിശ്വാസത്തിൽ ഞാനത് പോകാൻ ഒരു 90% ഓക്കെ ആയി. അപ്പോൾ എൻ്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഴ്സ് ഓൺലൈനാണല്ലോ, അതിനി ഓഫ്ലൈൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ അതുമല്ല, നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ടല്ലോ, എക്സാമും പ്രോജക്റ്റും അസൈൻമെൻറ്റും അതൊക്കെ ഇനി ഓൺലൈനാണോ എന്നൊക്കെ അറിയാനൊരു അപ്പോൾ അങ്ങനെ അതറിയാനായിട്ട് കോളേജിലെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫുള്ളി ഈ കോഴ്സ് ഓൺലൈനാണ്, നിങ്ങൾ കോളേജിലോട്ട് വരേണ്ട ഒരാവശ്യമില്ലെന്ന് അവിടുന്ന് ഒരു ഉറപ്പ് കിട്ടുന്നു. അപ്പം പിന്നെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ച് വീണ്ടും ഈ എംപ്ലോയറിനെ വിളിക്കുന്നു. അപ്പോൾ ആളാണെങ്കിലും ഭയങ്കര കാം, നമ്മൾ എന്ത് ചോദിച്ചാലും നല്ല രീതിയിൽ റിപ്ലൈ തരുന്നു. അപ്പോൾ എനിക്ക് അതും ഒരു ആശ്വാസമായിരുന്നു. കാരണം ഒന്നുമില്ലേലും നല്ലൊരു എംപ്ലോയർ ആണല്ലോ എന്നൊരു തോന്നില്ല, നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, പക്ഷേ നമുക്കൊരു ആശ്വാസം, ഓക്കെ കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നി.
ഓഫർ ലെറ്റർ അയച്ചായിരുന്നു. ഓഫർ ലെറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം എൻ്റെ കിളി പോവുക. അപ്പം പിന്നെ ഞാൻ അടുത്തത് അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ വർക്ക് പെർമിറ്റ് നമ്മുടെ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെങ്ങനെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് LMI എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്താ LMI എന്ന് വെച്ചാൽ നമുക്കിവിടെ വർക്ക് പെർമിറ്റ് തരുന്നത് നമ്മുടെ കാനഡ ഗവൺമെൻറ്റാണ്. നമ്മൾ 1 ഇയർ പഠിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ വർക്ക് പെർമിറ്റ് തരുന്നത്. അപ്പോൾ അതും തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു വർക്ക് പെർമിറ്റ് തരുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ എംപ്ലോയറിൻ്റെ അടുത്ത് മാത്രമേ അപ്പം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ നമ്മൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയതുകൊണ്ട് ഇഷ്ടമുള്ളിടത്ത് ഒരു ദിവസം 2 ജോലിക്കോ 3 ജോലിക്കോ എത്ര വേണമെങ്കിലും പോകാം. പക്ഷേ ഈ എംപ്ലോയർ തരുന്ന ഈ വർക്ക് പെർമിറ്റിൽ നമുക്ക് ആ പുള്ളിയുടെ അടുത്ത് മാത്രം അവർ പറയുന്ന ഇതിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ തരുന്ന വേജിൽ അവർ പറയുന്ന അവേഴ്സിൽ മാത്രം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പം ഓക്കെ എന്തായാലും പോവാം, വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനൊരു മൈൻഡ് ഞാൻ സെറ്റാക്കി. ഇത്രയൊക്കെ പറയുമ്പോഴും ഞാൻ ആ ടൈമിലും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ല. എന്നുവെച്ചാൽ എന്താ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റാണോ, നമുക്ക് പുറമേ നമ്മൾ ഓക്കെ സ്ട്രോങ് ആണ്, ഞാൻ എങ്ങനെ ഒരു പോകാൻ റെഡി ആണെന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്നോട് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ഓക്കെ ആവുമോ, അഥവാ ഇതൊന്നും സെറ്റായില്ലെങ്കിൽ നീ തിരിച്ച് നാട്ടിൽ പോകുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. പക്ഷേ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, എനിക്കൊന്നുമില്ലാതെ ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും പൈസയും മുടക്കി ഇത്രയും ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നുമില്ലാതെ പോകാമെന്ന് പറഞ്ഞാൽ അതെന്താ, നമ്മളിവിടെ വന്ന് വേസ്റ്റ് ആകുന്ന പോലല്ലേ. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് 2 ഫ്ലൈറ്റ് കയറി വേണം എനിക്ക് ഈ സ്ഥലത്തോട്ട് എത്താൻ. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ ഇത് 2 ഫ്ലൈറ്റ് കയറാനോ, അത്രയ്ക്ക് ഉണ്ടോ ഇത്, അത്രയും ദൂരെയാണോ ഇത്, ഞാൻ എങ്ങോട്ടായി പോകുന്നത്. നമ്മുടെ സ്ഥലത്തുനിന്ന് നോക്കിയാൽ ഞാൻ നിന്ന ആ സ്ഥലത്തുനിന്ന് നോക്കിയപ്പം 4000 മേലെ കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞാൻ ഈ പോകുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഈ സ്ഥലം സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവരും നോക്കുമല്ലോ, ഗൂഗിളിലൊക്കെ നോക്കുമല്ലോ. ഒരു കുഞ്ഞ് ടൗൺഷിപ്പാണെന്ന് മനസ്സിലായി. വലിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ലെന്നും മനസ്സിലായി നമുക്കിത് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ കസിൻ ചേട്ടൻ്റെ സ്ഥലത്തു നിന്നാണേലും ഒരു 1000 മേലെ കിലോമീറ്റേഴ്സ് ഉണ്ട് എൻ്റെ ഈ സ്ഥലത്തോട്ട് ഞങ്ങൾ നോക്കിയപ്പം. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എനിക്കൊന്നൊരു 1 വീക്കിനുള്ളിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി അവരോടൊക്കെ നല്ല അടുപ്പമായിരുന്നു. അപ്പം പെട്ടെന്ന് പോകുകയെന്ന് പറഞ്ഞാൽ എനിക്കും വിഷമമുണ്ട് പോകുന്നതുകൊണ്ട്. പക്ഷെ എനിക്കത് വിഷമത്തിനെക്കാട്ടിലും ഉപരി എനിക്ക് എനിക്കെൻ്റെ PR അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ജോലി ഇല്ലാത്തൊരവസ്ഥ വരുന്നില്ലല്ലോ. കാരണം വരുന്നതിൻ്റെ തലേദിവസം വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ സ്ഥലത്തോട്ട് പോയി അന്ന് തന്നെ എനിക്ക് ജോലിക്കും കയറാം. അപ്പോൾ എനിക്കൊരു ജോലി ഇല്ലാത്തൊരവസ്ഥ വരുന്നില്ല, ജോലി തിരക്കി നടക്കണ്ട, ലോയറിന് $8000 കൊടുക്കണ്ട. ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു സേഫായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിനെക്കുറിച്ചോ അവിടുത്തെ ആൾക്കാരെക്കുറിച്ചോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കോളേജും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റുഡൻസൊക്കെ പഠിക്കുന്നേ ആയിരിക്കുമല്ലോ, ആൾക്കാരൊക്കെ മലയാളീസൊക്കെ കാണുമെന്നൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഞാൻ നോക്കുന്നു. സീരിയസ്ലി എനിക്കറിയത്തില്ല എനിക്ക് എവിടുന്ന് ആ ധൈര്യം കിട്ടിയെന്ന്, ആ ഒരു പോകാനുള്ള ധൈര്യവും കാര്യങ്ങളും കിട്ടിയെന്ന്. ശരിക്കും എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ഇപ്പം എൻ്റെ ചുറ്റും എത്ര പേരുണ്ടെങ്കിലും അത് നോ എന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഞാനതിൽ ഓക്കെയാണ്, ഇപ്പം കൺഫ്യൂസ്ഡ് ആണെങ്കിലും എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതിപ്പോൾ എത്ര പേര്, ഇപ്പോൾ എൻ്റെ വീട്ടുകാരോ എൻ്റെ ഹസ്ബൻഡോ ആരെന്നോട് നോ പറഞ്ഞാലും എനിക്കത് ചെയ്യാമെന്ന് ഉറപ്പുണ്ട്, എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും. നമുക്ക് എടുക്കാൻ നമുക്കൊരു ധൈര്യം വേണം. ഇപ്പോൾ 10 പേര് നോ പറഞ്ഞു അതുകൊണ്ട് എന്നാൽ ഞാൻ പോകുന്നില്ല, അങ്ങനെ ഞാൻ ചെയ്തില്ല. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. എനിക്കാണെങ്കിൽ ശരിക്കും ഒരു നാണോ ഇല്ല ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് മെസ്സേജ് അയക്കാനോ. ചിലർക്കൊക്കെ അത് ഭയങ്കര ഒരു ഓക്വേർഡായിട്ട് തോന്നുമായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ മെസ്സേജ് അയച്ചു വയ്ക്കുന്നത്. എനിക്ക് ശരിക്കും ഒരു നാണക്കേടില്ല. കാരണം നമ്മളൊരു ഇൻഫർമേഷൻ ഒരാളോട് ചോദിക്കുന്ന അയാൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുമല്ലോ, പറയാൻ താല്പര്യമില്ലേ വേണ്ട. അപ്പം ഞാൻ ചോദിച്ചവരാരും എന്നോട് ഇതുവരെ പറയാതിരുന്നിട്ടില്ല. കിട്ടാൻ ഇൻഫർമേഷൻസ് ഫുള്ള് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നെഗറ്റീവ്സ് കാണും, എന്തൊക്കെ പോസിറ്റീവ്സ് കാണും, അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിസിഷൻ എടുത്തത്. വേറെ ഒരാളുടെയും ഡിസിഷൻ ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടേ ഇല്ല. എൻ്റെ മാത്രം ഇഷ്ടത്തിനാണ് ഞാനന്ന് പോയത്. നമ്മുടെ ആ ഒരു സർക്കിളിൽ ആദ്യമായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം അവിടെ ഞാൻ പറഞ്ഞു 2 വർഷം ആയിട്ട് വന്നവരെ വരെ എനിക്ക് ആ സമയത്ത് അറിയാം. അപ്പോൾ ആരും അങ്ങനെ മൂവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരതൊരു വലിയൊരു ആഘോഷമാക്കി കേക്കൊക്കെ മുറിക്കുന്നു, എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരുന്നു. നല്ല
എൻ്റെ എല്ലാ ഫ്രണ്ട്സും, എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിനെ, എൻ്റെ വീട്ടിലെ ഫ്രണ്ട്സ്, എൻ്റെ ജോലി ചെയ്യുന്നിടത്തെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ടൊരു നല്ല പാർട്ടിയൊക്കെ വെക്കുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ ഒരു പാർട്ടി ഹോസ്റ്റ് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ കാണുന്നത്. കാരണം അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നു, ഭയങ്കര എല്ലാവരും അടിച്ചു പൊളിക്കുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്ന് വിങ്ങുകയാണ്, അയ്യോ നാളെ ഞാൻ പോവാണോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ചെന്നിട്ട് പറ, ഓക്കെ ആണ് ഞങ്ങളും അങ്ങോട്ട് വരാം എന്നൊക്കെ എല്ലാവരും പറയുന്നു. ഞാൻ ജാനുവരി 14 വന്ന ഞാൻ ജൂലൈ 21 ഞാൻ ഒണ്ടാരിയോന്ന് ബീച്ചിലേക്ക് മൂവ് ചെയ്യാണ്. എന്നാൽ ഞാൻ കേട്ടിടത്തോളം ബ്രിട്ടീഷ് കൊളംബിയ നല്ലതാണ്, എന്ന് വെച്ചാൽ നല്ല വെതറാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു വെതറുള്ള ആകെ ഒരു സ്ഥലം ബ്രിട്ടീഷ് കൊളംബിയ ആണ്. മഞ്ഞില്ല, മഞ്ഞൊക്കെ വല്ലപ്പോഴും ഒന്ന് പെയ്താലായി, പിന്നെ മഴ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ ഈ ഫോർട്ട് സെൻറ്റിനോട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ PR കിട്ടാൻ വേണ്ടിയിട്ടും അത്രയും ഫീസ് അടയ്ക്കാൻ വയ്യാത്തതുകൊണ്ടുമല്ല ഞാൻ മൂവ് ചെയ്തു. അപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ എന്താ നടന്നത്, അതായത് എനിക്ക് PR കിട്ടുമോ അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, എന്തൊക്കെ സ്ട്രഗിളാണ് ഞാൻ ചെയ്തത് പിന്നീട്, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ലൈൻ കട്ട്.